അസ്സലാമു അലൈക്കും. എത്രയും പ്രിയപ്പെട്ട ഇമ്മച്ചി വായിച്ചറിയുവാൻ, എനിക്ക് ഇവിടെ സുഖം തന്നെയാണ്. ഇമ്മച്ചിക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങള് മരുന്നൊക്കെ മറക്കാതെ കഴിക്കുന്നില്ലേ? ഇവിടെ എൻ്റെ റൂമിൽ 4 പേരുണ്ട്. അവരൊക്കെ എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കും ചെയ്യും. ഇമ്മച്ചി, ഞാനിപ്പോ ഗൾഫിൽ വന്നിട്ട് 6 മാസവും 12 ദിവസവുമായി. എല്ലാരും പറയുന്നത് ഇവിടെ വന്ന പെട്ടെന്ന് തടിക്കുമെന്നാണ്. പക്ഷേ എനിക്കിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇമ്മച്ചി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അന്ന് നിങ്ങൾ വിളമ്പിയ ചോറിൽ ഒരു മുടി കണ്ടപ്പോഴേക്കും ഞാൻ ആ പ്ലേറ്റ് ഇമ്മാന്റെ നേരെ വലിച്ചെറിഞ്ഞു. ഇന്ന് എനിക്കറിയാം അത് ഉമ്മാനെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന്. മാത്രമല്ല, ഇപ്പൊ ഭക്ഷണം സ്വയം പാകം ചെയ്യുമ്പോഴാണ് ഇമ്മ നിങ്ങൾ എനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിയുന്നത്. പിന്നെ നെരിയാണിക്ക് താഴെ ഫാൻ്റെ ഇടുമ്പോ ഉമ്മച്ചി നിങ്ങൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നു ചളിയാക്കല്ലടാ എന്ന്. ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് തിരുമ്പുമ്പോഴാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സ് വൃത്തിയാക്കാൻ ഉമ്മ നിങ്ങൾ എത്ര പാടുപെട്ടു എന്ന് അറിയുന്നത്. എനിക്ക് ജോലിയൊക്കെ വളരെ സുഖമാണ്. എങ്കിലും പണി കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോ ശരീരം വല്ലാതെ വേദനിക്കും. ഒരു ജലദോഷമോ പനിയോ വരുമ്പോ ഇമ്മ നിങ്ങൾ ഉറങ്ങാതെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് എഴുന്നേറ്റ് പോവാനും പറയും. ഇമ്മ, ഇന്ന് നിങ്ങളുടെ ഒരു തലോടലിനും ആ ഒരു തഴുകലിനും ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട്. ഇമ്മച്ചി, അന്ന് നിങ്ങൾ എന്നോട് കറണ്ട് ബില്ലിനും മരുന്നിനൊക്കെ പൈസ ചോദിക്കുമ്പോ ഞാൻ തരാതെ എൻ്റെ കൂട്ടുകാരോടൊപ്പം സിനിമയ്ക്ക് പോവാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി ചെലവഴിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ഗൾഫിൽ വന്നപ്പോ എനിക്ക് പകരം അവർ വേറെ ഒരാളെ കണ്ടെത്തിയിരിക്കും. പക്ഷെ ഉമ്മ, എനിക്ക് പണ്ട് സുബഹിക്ക് പള്ളിയിൽ പോകാൻ വിളിക്കുമ്പോ ഞാൻ ഉമ്മച്ചിനോട് കുറെ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഓരോ വക്തും പള്ളിയിൽ പോയി നമസ്കരിക്കും. ഉമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇമ്മച്ചിന്റെ ഈ കുട്ടി ചെയ്ത അറിവില്ലായ്മൊക്കെ ഇമ്മ പുറത്തു തരുമെന്ന മനസ്സോടെ ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ച് സ്നേഹത്തോടെ